അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അറേബ്യൻ ഡിഷായ ഫത്തായറുമായിട്ടാണ്. അപ്പോൾ ഫത്തായർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇളം ചൂടുള്ള പാലും വെള്ളവുമാണ്. രണ്ടും കൂടിയിട്ട് ഒരു 350 ml ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾ സാധാരണ കുബൂസിനൊക്കെ കുഴക്കൂലേ, അതുപോലെ തന്നെയാണ് ഇതിലേക്ക് ഒലിവ് ഓയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ എത്ര പാലാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് മൈദ ഇതിലേക്ക് ഇടേണ്ടത്. പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ആട്ടപ്പൊടി വെച്ച് ചെയ്യണമെങ്കിൽ മൈദയും ആട്ടയും മിക്സ് ആക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഉണ്ടാക്കുന്ന ഡോവിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് 4 വലിയ ഫത്തായർ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ഡോ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ സാധാരണ കുബൂസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്ന് റൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് ടൈറ്റായിട്ട് കുഴക്കണ്ട, കുറച്ച് ലൂസായിട്ടാണ് കുഴക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഫത്തായറിന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും 1 ഉള്ളിയും ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് ഗാർലിക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചോപ്പ് ചെയ്ത് ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ബീഫും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ഇടാം, മട്ടനും ഇടാം. ഞാനിതിൽ ബീഫാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബീഫ് ഇതുപോലെ മിൻസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇനി കിട്ടാത്തവർ ബീഫ് ഒരു കത്തി വെച്ച് ചോപ്പ് ചെയ്തെടുത്താലും മതി, ഇല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താലും ആവും. ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും ബീഫ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താലും മതി. ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത് കുരുമുളകും ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കണം. റെഡിയായി. ഇനിയിപ്പം ഫത്തായറിന് വേണ്ടിയിട്ടുള്ള ചീസ് റെഡിയാക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ ചോപ്പാക്കിയ പാസ്ലി ലീവ്സിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് എടുക്കുമ്പം നല്ല ക്വാളിറ്റിയുള്ള ചീസിന് എടുക്കാൻ നോക്കണം. അപ്പോൾ ഫത്തായർ കഴിക്കുമ്പോൾ ചീസ് ഇങ്ങനെ നല്ലോണം വെലിഞ്ഞു വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ മൊസറല്ല ചീസിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ ഫത്തായർ
ഫത്താറിന് വേണ്ടിയിട്ടുള്ള ചീസും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫത്താറിൻ്റെ ബേസ് റെഡിയാക്കലാണ്. അപ്പോൾ ഡോ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫത്താർ പരത്തിയെടുക്കലാണ്. ഞാൻ കുറച്ച് വലിയ ഫത്താറാണ് ഉണ്ടാക്കുന്നുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ മൊസറല്ല ചീസും ക്രീം ചീസിൻ്റെ ആ മിക്സില്ലേ അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സൈഡിലായിട്ടൊക്കെ ഫസ്റ്റ് ചീസ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടിപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ആ ചീസൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതേത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക. സാധാരണ ഷോപ്പിലൊക്കെ ഈ ഷേപ്പിലാണ് ഫത്താർ ഉണ്ടാവര്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ മൊസറല്ല ചീസിൻ്റെയും ക്രീം ചീസിൻ്റെയും മിക്സിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എഗ് യോക്കും കൂടി ഒന്ന് സൈഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സെസമി സീഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടിത് ഒരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. ഒരു 150 ഡിഗ്രിയിൽ വെച്ച് കൊടുത്താലും മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കുക്കായി വന്നിട്ടുണ്ടോ എന്ന്. അടിപൊളി ഫത്താർ റെഡി ആയിട്ടുണ്ട്. അറേബ്യൻ സ്റ്റൈൽ ഫത്താർ എന്ന് പറയുമ്പോൾ നല്ല ചൂടോടെ സെർവ് ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും കുറേ വീഡിയോസ് ഞാൻ വീണ്ടും വരും ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.